ദൈവനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. പ്രത്യേക പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ക്രിസ്തീയ കുടുംബം എന്ന പഠന പരമ്പരയുടെ 11ാമത്തെ അവതരണത്തിലാണ്. ഒരു കുടുംബം ദൈവത്തിൻ്റെ പരിശുദ്ധമായ ജ്ഞാനത്താൽ ദൈവവിഭാവനം ചെയ്ത ജീവിതം, ആണും പെണ്ണുമായി സൃഷ്ടിച്ച മനുഷ്യൻ ഒരുമിച്ച് ചേർന്ന് ഒരു കുടുംബജീവിതം ജീവിക്കുക. അവിടെ അനുഗ്രഹമായി കുട്ടികളുണ്ടാകുക. കുട്ടികൾ സമൂഹത്തിനും ദൈവത്തിനും പ്രയോജനമുള്ളവരായി വളർത്തപ്പെടുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമായിട്ടുള്ള പദ്ധതി. കുടുംബജീവിതം, ക്രിസ്തീയ കുടുംബജീവിതം. നമ്മുടെ പഠനം ക്രിസ്തീയ കുടുംബജീവിതത്തെക്കുറിച്ചാണ്. 11ാമത്തെ അവതരണത്തിൽ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹ ജീവിതത്തിൽ സാധാരണ നേരിടുന്ന പരിശോധനകൾ, മാറ്റുരയ്ക്കൽ. കഥാപുസ്തകത്തിലോ നോവലിലോ കാണുന്ന പോലെ ശുഭ പര്യവസാനി ആയിരിക്കില്ല എല്ലാ കുടുംബങ്ങളും. അത് പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. വിവാഹ ദിവസം ഒരു പ്ലേറ്റിൽ വെച്ച് നീട്ടുന്നതല്ല സന്തുഷ്ടവും സമ്പൂർണവുമായ കുടുംബത്തിൻ്റെ സന്തോഷം. ഭാര്യ ഭർത്താക്കന്മാരായി തീർന്ന അവർ ഒരുമിച്ച് ചേർന്ന് അത് നേടിയെടുക്കേണ്ടതാണ്. പക്ഷേ ഈ യാത്രയിൽ പലതരത്തിലുള്ള പരിശോധനകൾ അഥവാ ശോധനകൾ, പരീക്ഷണങ്ങൾ ഇരുവരും നേരിടേണ്ടി വരും. അതിൽ ഒന്നാമത്തേത് നമ്മൾ കണ്ടു, ക്രമീകരണത്തിൻ്റെ പരിശോധന, ദ ടെസ്റ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. രണ്ട് വ്യക്തികൾ രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന്, സാംസ്കാരികവും സാമൂഹ്യവും ബുദ്ധിപരവും ഒക്കെ വ്യത്യസ്തമായ രണ്ട് തലത്തിൽ നിന്ന് കടന്നു വന്നവർ ഒരു ദിവസം ഒരുമിച്ച് ചേർന്നു. ജീവിതം എളുപ്പമല്ല. പല കാര്യങ്ങളിലും ക്രമീകരണങ്ങൾ, സമീകരണങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമായി വരും. ഓരോരുത്തർ വളർത്തപ്പെട്ട സാഹചര്യങ്ങളും രീതികളും വ്യത്യസ്തമാകും. ആഹാര രീതികളും ഒരു കാര്യം ചെയ്യുന്ന വിധങ്ങളും ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളും അത് മനസ്സിലാക്കാനുള്ള രീതികളിലെല്ലാം വ്യത്യാസമുണ്ട്. പക്ഷെ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പരസ്പരം ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഒരു ക്രമീകരണം നടത്തേണ്ടത് ആവശ്യം വരും. അത് വളരെ വളരെ ആവശ്യമാണ്. ഇവിടെ പരാജയപ്പെട്ടാൽ വലിയ അസ്വസ്ഥത കുടുംബത്തിലുണ്ടാകും. പരസ്പരം മനസ്സിലാക്കണം. എൻ്റെ കൂടെയുള്ള പങ്കാളിയുടെ ആവശ്യമെന്ത്, ഇഷ്ടമെന്ത്, ആഗ്രഹമെന്ത്, വേദനയെന്ത്, ഭയമെന്ത് എന്ന് ഇരുവരും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, മറ്റുള്ളവരെ, കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അതനുസരിച്ച് നമ്മൾ വഴങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മൾ താണു കൊടുക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ പരിശോധന നമ്മൾ കണ്ടു, വിശ്വസ്തത, കൂറ് പുലർത്തണം. പരസ്പരമുള്ള ബന്ധത്തിൽ കൂറ് പുലർത്തുക വളരെ പ്രധാനമാണ്. കൂറ് പുലർത്തുന്നവരെ നമ്മളെപ്പോഴും ബഹുമാനിക്കും. അത് സഭയോടാകട്ടെ, കുടുംബത്തോടാകട്ടെ, സമൂഹത്തോടാകട്ടെ, രാജ്യത്തോടാകട്ടെ, കൂറ് പുലർത്തുന്നവർ എന്നും സമൂഹം ബഹുമാനിക്കുന്നവരാണ്. കുടുംബ ബന്ധത്തിലാണ് ഇത് ഏറ്റവും അധികം ആവശ്യം. ഭാര്യ ഭർത്താവിനോട് കൂറ് പുലർത്തണം, ഭർത്താവ് ഭാര്യയോട് കൂറ് പുലർത്തണം. വളരെയധികം ആകർഷണങ്ങൾ ഇതിന് ചുറ്റുമുണ്ടാകും. ഈ വിശ്വസ്തതയെ തള്ളിക്കളയുന്നതിന് പ്രേരിപ്പിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാകും. അവിടെയെല്ലാം ഭാര്യയോടും ഭർത്താവിനോടും ഇരുവരും കൂറ് പുലർത്തണം. അത് വളരെ ആവശ്യമാണ്. അവിഹിതമായ പലതിനോടുള്ള സമ്മർദ്ദമുണ്ടാകും, പല ബന്ധങ്ങൾക്കുള്ള ആകർഷണമുണ്ടാകും. ഇത് വളരെ പ്രധാനമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൂറ്, വിശ്വസ്തത തള്ളിക്കളഞ്ഞാൽ ആ ബന്ധത്തിൽ കരടുണ്ടാകും. മൂന്നാമത്തെ പരിശോധന കരുതൽ, പരസ്പരമുള്ള കരുതൽ. ഇരുവരും പരസ്പരം കരുതാൻ കഴിയണം. അവരുടെ സ്വന്തം കാര്യമല്ല. ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കും ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അവകാശമുള്ളതെന്ന് വചനം വ്യക്തമായി പറയുന്നു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇരുവരെയും ഒന്നാക്കി ചേർത്തത്. ഇവർ ഒരു കുടുംബമാണ്. ഇനി രണ്ടല്ല, ഒന്നത്രേ. ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കണമെന്ന് പത്രോസ് പറഞ്ഞ് നമ്മൾ കേട്ടു. ബലഹീന പാത്രമാണ്, ബഹുമാനിക്കണം, അന്യോന്യം കരുതണം, ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം. ഇബ്രാഹിം 13:4 വിവാഹം എല്ലാറ്റിലും മാന്യമെന്ന് നമ്മൾ കണ്ടു. നാലാമത്തെ പരിശോധന വ്യക്തിത്വത്തിന് നൽകേണ്ട ബഹുമാനമാണ്. ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ്. അതേസമയത്ത് പരസ്പര പൂരകങ്ങളാണ്. രണ്ട് തരത്തിലുള്ള വ്യക്തികൾ. ഭാര്യയുടെ വ്യക്തിത്വവും ഭർത്താവിൻ്റെ വ്യക്തിത്വവും രണ്ടും വ്യത്യസ്തമാണ്. ഇത് തിരിച്ചറിയണം, പരസ്പരം ബഹുമാനിക്കണം. കാർബൺ കോപ്പികളല്ല, ഒരുപോലെയല്ല രണ്ടുപേരും. ഒരുപോലെ കാര്യങ്ങൾ കാണണമെന്നില്ല ആദ്യം. പക്ഷെ അവസാനം ഈ ബന്ധം ബലപ്പെട്ട് കഴിയുമ്പോൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്ന അവസ്ഥ എത്തിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഒരു പ്രക്രിയയാണ്. ഒരു പ്രക്രിയയുടെ അവസാനത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കാര്യങ്ങൾ ഒരുപോലെ കാണുകയും ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ വലിയ ചിന്തകൾ ആവശ്യമാണ്, വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്.
അത് വളരെ സ്നേഹവും പ്രീതിയും വാത്സല്യവും പകർന്നുകൊണ്ട് വേണം ഇതിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ അതൊരു വളരെ പ്രധാനമാണ്. വ്യക്തിത്വത്തെ ബഹുമാനിക്കണം. ഭാര്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൂറ് ദൈവത്തോടായിരിക്കണം. ഭർത്താവിനെ സംബന്ധിച്ചും ദൈവത്തോടായിരിക്കണം. പിന്നീട് ഭർത്താവിനോടും ഭാര്യയോടുമായിരിക്കണം. അത് വളരെ ആവശ്യമാണ്. വചനത്തിൻ്റെ സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കുടുംബസമാധാനം നിലനിർത്തുവാൻ ശ്രമിച്ചാൽ നിൽക്കില്ല. മുമ്പ് അവരുടെ രാജ്യനീതിയും അന്വേഷിക്കുക എന്നുള്ള ദൈവ പദ്ധതിയാണ്. നാം വിശ്വാസികളെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്, ചിന്തിക്കുന്നത്. ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സഭയോട്, കർത്താവിൻ്റെ സഭയോട് വിശ്വസ്തത പുലർത്തണം. എങ്കിലേ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ നിഴൽ മാത്രമാണ് ഭാര്യ ഭർത്തൃ ബന്ധം. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. സ്വകാര്യത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യത മാനിക്കണം, നൽകണം. പരസ്പരം മുറിവേൽപ്പിക്കുന്ന രീതിയിൽ കഠിനമായ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കരുത്. സ്നേഹമായിരിക്കണം ഏറ്റവും വലുത്. 5ാമത്തെ പരിശോധന എന്ന് പറയുന്നത് ഭാര്യയുടെ ഭർത്താവിൻ്റെയോ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധമാണ്. ബന്ധുക്കൾ അവരുമായി കൈകാര്യം ചെയ്യുന്ന ഒരു പരിശോധന തന്നെയാണ്. പലപ്പോഴും അനവധി കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, അമ്മായിയമ്മയെക്കുറിച്ചുള്ള കഥകൾ. ഈ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന കാരണം ഒരു പക്ഷേ വിവാഹ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, അവിടെ ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാം അതിൽ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ താൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ പുരുഷനെ മാത്രമല്ല, അവളുടെ കുടുംബം മുഴുവൻ താൻ സ്വീകരിക്കുകയാണ്. ആ കുടുംബത്തെ മുഴുവൻ താൻ തൻ്റേതായി മാറുകയാണ്. ഇപ്പോൾ തൻ്റെ സൗഹൃദ വലയം വിശാലമാവുകയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന പുരുഷനെ സംബന്ധിച്ച് ആ പെൺകുട്ടിയുടെ അപ്പൻ, അമ്മ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, സഹോദരങ്ങൾ എല്ലാവരും ഇനി തനിക്ക് പ്രിയപ്പെട്ടവരായി മാറണം. എനിക്ക് അവരെയൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. അനേകം ബന്ധങ്ങൾ വേർപിരിയാൻ കാരണമുണ്ട്. ഭർത്താവിനോട് ഭാര്യ പറയും, നിങ്ങളുടെ അപ്പനെയും അമ്മയും ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒന്നും വീട്ടിൽ വരുത്താൻ പാടില്ല, അവരോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, അവർ വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പനെയും അമ്മയെ സാമ്പത്തികമായി സഹായിക്കാൻ പാടില്ല. ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയും, നിന്റെ അപ്പനും അമ്മയും വീട്ടിൽ വരാൻ പാടില്ല, നിന്റെ സഹോദരങ്ങൾ, ബുദ്ധിമുട്ടുള്ള സഹോദരങ്ങളെ നമ്മൾ സഹായിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം നമുക്കില്ല. അപ്പോൾ ഈ തരത്തിൽ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് പോകുന്നവരുണ്ട്. അത് അധിക നാൾ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധുക്കൾ ഒരു പരിശോധന തന്നെയാണ്. അതെപ്പോഴും മനസ്സിലാക്കണം. മുൻസ്ഥാന ഭാര്യയ്ക്ക് ഭർത്താവിനുമാണ് അന്യോന്യമുള്ള ബന്ധത്തിൽ. പക്ഷേ അവരുടെ കൂടെ മാതാപിതാക്കളെയും ബഹുമാനിക്കാൻ പഠിക്കണം. ബന്ധുക്കളും ചാർച്ചക്കാരുമുണ്ട്, സഹോദരങ്ങളുണ്ടാകും. അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് സന്തോഷകരമായിട്ടുള്ള ജീവിതം സാധ്യമാണ്. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി. മത്തായി 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ക്രിസ്തു പറഞ്ഞു, അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം അത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കും. രണ്ടല്ല ഒരു ദേഹം അത്രേ. ഇപ്പോൾ ഭാര്യയുടെ വീട്ടുകാർ വന്നാൽ ഭർത്താവ് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. ഭർത്താവിൻ്റെ വീട്ടുകാർ വന്നാൽ ഭാര്യ മുറിക്കകത്തേറി കഥകടച്ചിരിക്കരുത്. ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്വന്തം അപ്പനെയും സഹോദരങ്ങളെ പോലെ സ്നേഹിക്കാൻ കഴിയണം. ഇതൊക്കെ ചിലപ്പോൾ വലിയൊരു പരിശോധനയായി മാറാറുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് വരും. പണ്ട് പറഞ്ഞ അഭിപ്രായങ്ങളാണ്. അതിൽ പേരിൽ ഭർത്താവിൻ്റെ അപ്പനെയോ അമ്മയോ വീട്ടുകാരെയോ ബന്ധുക്കളെ കാണുമ്പോൾ വിമ്മിഷ്ടം കാണിക്കുക, അനിഷ്ടം കാണിക്കുക, തിരിച്ചുമുണ്ടാക്കുക. ഇത് ആ കുടുംബ ബന്ധത്തെ താറുമാറാക്കും. ഇതൊരു വല്ലാത്തൊരു പരിശോധനയാണ്. ഇപ്പോൾ ഭാര്യയെ മാത്രം സ്വീകരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭർത്താവിനെ മാത്രം എല്ലാവർക്കും ഇഷ്ടം, ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബം, ബന്ധുക്കൾ, ചാർച്ചക്കാർ എല്ലാവരും ഒരേ സ്വഭാവമായിരിക്കില്ല. ഇവിടെ എല്ലാമാണ് ഒരു പരിശോധന നടക്കുന്നത്. ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു വിശ്വാസിയായ ഭർത്താവിനും ഭാര്യയ്ക്കും കഴിഞ്ഞിരിക്കണം. അവരുടെ കുടുംബജീവിതത്തിന് അവർക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഗർഭിണി ആശുപത്രിയിലാകുമ്പോൾ, രോഗിയായ ആശുപത്രി കിടക്കേണ്ടി വരുമ്പോൾ ഈ ബന്ധുക്കളും ചാർച്ചക്കാരും വലിയ സഹായം നൽകാൻ കഴിയും, കൂടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് മറ്റും. അപ്പം അതുകൊണ്ട് ഒരു വിവാഹബന്ധത്തെ പ്രവേശിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, ഒരു കുടുംബത്തോടു കൂടി പ്രവേശിക്കുകയാണ്, കുടുംബത്തെ സ്വീകരിക്കുകയാണ്. ഇതൊരു പരിശോധന തന്നെയാണ്. 6-മതായിട്ട് കുട്ടികൾ എന്ന പരിശോധന. കുട്ടികൾ എന്ന ശോധന കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നാം, വൈരുദ്ധ്യം തോന്നാം. കാരണം കുട്ടികൾ ദൈവത്തിൻ്റെ ദാനമാണ്. 127 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ നിങ്ങൾ അധികാലത്ത് 3-ാം വാക്യം, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലം. ഇപ്പോൾ ദൈവികമായ ഉദ്ദേശമുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം സന്താനോൽപാദനമാണ്. സന്താനോൽപാദനം, കുട്ടികളുണ്ടാകണം. കുട്ടികൾ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കും. ഒരു കുഞ്ഞ് അവർക്ക് ലാളിക്കാനും ഓമനിക്കാനും കിട്ടുമ്പോൾ ഭർത്താക്കന്മാരുടെ പരസ്പരം കൂടുതൽ സ്നേഹിക്കാൻ ഇടവരും. അതേസമയത്ത് ഒരു കുഞ്ഞൊരു ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ
ആ കുഞ്ഞു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ നിയന്ത്രിക്കും. നമ്മൾ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉറങ്ങണ്ട എന്ന് കുട്ടി തീരുമാനിക്കും. അർദ്ധരാത്രി നല്ല ഉറക്കമുള്ള സമയത്ത് ഈ കുട്ടി വാവിട്ട് കരയുന്നത്. ഇപ്പോൾ കുട്ടിയുടെ അപ്പൻ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. തൻ്റെ ഭാര്യയ്ക്ക് അല്പം വിശ്രമം കൊടുക്കേണ്ടി വരും. കുട്ടിയുടെ മലമൂത്രങ്ങളെല്ലാം നമ്മൾ കഴുകി വെടിപ്പാക്കേണ്ടി വരും. പക്ഷേ ഇന്നുവരെ അങ്ങനെ ചെയ്ത് കാണില്ല. ആ കുട്ടി കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ മൊത്തം ആകമാനം സ്വാധീനിക്കും. അത് ചിലരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കുട്ടികൾ വാസ്തവത്തിൽ അനുഗ്രഹമാണ്. അവരോടുകൂടി കളിക്കുകയും തമാശ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിന് വലിയൊരു വിടുതലാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ എന്നവിടെ പറയുന്നു. കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം, അവർ വസ്ത്രം മാറ്റി കൊടുക്കണം, അവരെ പരിശീലിപ്പിക്കണം, അവരെ കരുതണം, അവരെ താലോലിക്കണം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ 24 മണിക്കൂറും ഇത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടും. ചിലപ്പോൾ ജോലിയൊക്കെ മാറ്റിവെച്ച് ചെയ്യേണ്ടി വരും, ഉറക്കം മാറ്റിവെക്കേണ്ടി വരും, വിശ്രമം മാറ്റിവെക്കേണ്ടി വരും. ഇത് ചെയ്യാൻ മനസ്സുണ്ടാകണം. ആ സമയത്ത് നമ്മൾ അനിഷ്ടം കാണിക്കരുത്. ചിലപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇവർ കടന്നു കയറി വന്നല്ലോ എന്ന് ചിലപ്പോൾ ചിന്തയുണ്ടാകും. കുട്ടികളുണ്ടാകുന്നതിന് മുമ്പായിരുന്ന സ്വാതന്ത്ര്യമൊക്കെ പോയി, ഇതൊരു കടന്നുകയറ്റമാണല്ലോ എന്ന് ചിന്ത വരെ ഉണ്ടാകാം. പക്ഷെ അത് പിന്നീട് തരുന്ന ആനന്ദമുണ്ട്. ഇതൊരു വലിയ പരിശോധനയാണ്. കുട്ടികൾ കാണാൻ സുന്ദരമാണ്, താലോലിക്കാനൊക്കെ വളരെ സന്തോഷമാണ്. പക്ഷെ ചില സമയത്ത് ഒരു വല്ലാതെ നമ്മുടെ ഉറക്കത്തെ കളയും, അസ്വസ്ഥതയുണ്ടാക്കും, നമ്മളെ ദേഷ്യപ്പെടുത്തും. അതൊരു പരിശോധന തന്നെയാണ്. അവസാനമായി വിവാഹബന്ധം നേരിടുന്ന മറ്റൊരു ശോധന സാമ്പത്തിക വിഷയം. വിവാഹ കൗൺസിലർമാർ പലപ്പോഴും പറയാറുള്ളത്, ഒരു കുടുംബത്തിൽ 4 വഴക്കുകൾ ഉണ്ടെങ്കിൽ 2 വഴക്ക് സാമ്പത്തിക കാര്യത്തെക്കുറിച്ചായി. പൈസയെക്കുറിച്ച്, സാമ്പത്തിക കാര്യത്തെക്കുറിച്ചൊക്കെ ആ കുടുംബത്തിലെ വഴക്കുകളിൽ 4-ൽ 2 സംഭവിക്കുന്നത്. കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ഭൗതിക വസ്തുക്കൾക്ക് അധികം ഊന്നൽ കൊടുത്തുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭൗതിക വസ്തുക്കളുടെ പേരിൽ കുടുംബത്തിലെ സമാധാനം കളയരുത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 4:28 കള്ളനിനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരം നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:12 അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരുടെ ശേഷിച്ച കഷ്ടം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. എല്ലാവരും ആവശ്യത്തിലേക്ക് ഭക്ഷിച്ച് തൃപ്തിയായി. അനേക ആഹാരം ബാലൻസ് വന്നു. അത് വേസ്റ്റാക്കി കളയാൻ, നഷ്ടപ്പെടുത്തി പാഴാക്കി കളയാൻ കർത്താവ് അനുവദിച്ചില്ല. അത് ശേഖരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ശേഖരിച്ചു തന്നെ 12 കൊട്ട ശേഖരിച്ച് യവത്തപ്പത്തിൽ നിന്ന് 12 കൊട്ട നിറച്ചെടുത്തു. കർത്താവ് ഒരിക്കലും അനാവശ്യമായ ആഹാരം നശിപ്പിക്കാൻ കർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ദൈവം നൽകുന്ന ആഹാരം, ഒരു ആഹാരം ഉണ്ടാകുവാൻ ഭൂമിയിൽ എത്ര പേർ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ആഹാരം വിളയിക്കുന്നത്. അത് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല, അതിന് കണക്ക് പറയേണ്ടി വരും. ഒരു കുടുംബത്തെ അത് വളരെ ശ്രദ്ധിക്കണം. ആഹാര വസ്തുക്കൾ നശിപ്പിക്കരുത്, ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കണം. അധികമായിട്ടുണ്ടാക്കി വെറുതെ കളയരുത്. കുടുംബത്തിൽ യൗവനക്കാരായിരിക്കുന്ന ദമ്പതികൾ ഇപ്പോഴും ശ്രദ്ധിക്കണം, പാഴാക്കരുത്, ആവശ്യത്തിലധികം ആഗ്രഹിക്കരുത്. ഈ വിഷയം നമ്മൾ കൂടുതലായിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ വരുമാനത്തിനപ്പുറം ഒരിക്കലും ചെലവാക്കാൻ ഇടവരരുത്. അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകാം, അപകടങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല. സാധാരണ നിലയിൽ വരുമാനത്തിനപ്പുറം ചെലവാക്കരുത്. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അല്പം സമ്പാദിക്കണം. ഒരു അത്യാവശ്യ സമയം വന്നാൽ കൈകാര്യം ചെയ്യാൻ. പെട്ടെന്നൊരു ദുരന്തം വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. ഇപ്പം ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. അത് തരുന്ന സന്തോഷം മറ്റൊന്ന് വലുതാണ്. ആവശ്യമില്ലാതെ കടവും ലോണും വാങ്ങിച്ചിട്ട് അത് കൊടുക്കാൻ കഴിയാതെ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്ത് പലിശക്കാർ വീട്ടിന് മുമ്പിൽ നിരന്തരം ശല്യപ്പെടുത്തുന്ന വിധത്തിൽ ഒരവസ്ഥ സൃഷ്ടിക്കരുത്. കുടുംബ സമാധാനം പോകും. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പരിശോധിക്കുക. കുടുംബത്തിൽ സാധാരണ കണ്ടുവരുന്ന ശോധനകളാണ്, മാറ്റുരയ്ക്കലുകളാണ്. നമ്മൾ 7 കാര്യങ്ങൾ കണ്ടു. 1, ക്രമീകരണത്തിൻ്റെതായ അവസ്ഥ പരിശോധന. 2 പേർ തമ്മിൽ ഒരുമിച്ച് ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ, ഒരുമിച്ചുള്ള സന്തോഷകരമായ ജീവിതത്തിൽ 2 പേരും പല ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരും. 2 പേരുടെയും ജീവിതത്തിലും ശൈലിയിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വർത്തമാനത്തിലും
ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും എല്ലാത്തിലും മാറ്റം വരുത്തേണ്ടി വരും. മറ്റു തൻ്റെ കൂടെയുള്ള പങ്കാളികളെയും കൂടെ ഇഷ്ടം പരിശോധിച്ചുകൊണ്ട്. രണ്ടാമത് കൂറ്, അന്യോന്യമുള്ള കൂറ് വളരെ നിർണായകമാണ്. ഭാര്യയ്ക്ക് ധൈര്യമായി പറയാൻ കഴിയണം, എൻ്റെ ഭർത്താവ് എന്നെ അമിതമായി സ്നേഹിക്കുന്നു. ഭർത്താവിനും പറയാൻ കഴിയണം, എൻ്റെ ഭാര്യ എന്നെ അല്ലാതെ മറ്റൊന്നിലേക്ക് തിരിയില്ല. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് അന്യോന്യമുള്ള കരുതൽ, പരസ്പരം കരുതുക. ഇവർ തമ്മിലുള്ള കരുതൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും കരുതുക. ആ ഒരു ആശ്വാസവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും മറ്റൊരിടത്തും കിട്ടില്ല. പകരം വയ്ക്കാവുന്ന ബന്ധമല്ല ഇത്. നാലാമത് വ്യക്തിത്വത്തെ മാനിക്കുക. രണ്ടുപേരുടെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കരുത്. അഞ്ചാമത് ഭാര്യയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുമായുള്ള ബന്ധം, ഇടപാടുകൾ, അത് ദൈവമക്കൾക്ക് യോജിച്ച വിധത്തിലായിരിക്കണം. ആ സമയത്ത് അനിഷ്ടം കാണിക്കരുത്, മുഖം കറുപ്പിച്ച് നിൽക്കരുത്. ആറാമത് കുട്ടികൾ കടന്നു വരുമ്പോഴുണ്ടാകുന്ന ശോധന, അത് ഉയർത്തുന്ന വെല്ലുവിളി ഒരുമിച്ച് നേരിടണം. സന്തോഷത്തോടെ ദൗത്യം ഏറ്റെടുക്കണം. നമുക്കൊരു തലമുറ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൽ സന്തോഷിച്ച് ആനന്ദിച്ചവരെ ശരിയായ തരത്തിൽ പരിപാലിച്ച് സ്നേഹം നൽകി വളർത്തണം. ഏഴാമത് സാമ്പത്തിക മേഖല. സാമ്പത്തിക മേഖല ആവശ്യപ്പെടുന്ന പരിശോധന ഇത് വളരെ പ്രധാനമാണ്. ഒരു 4 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ, ഇപ്പോൾ വിവാഹ ബന്ധത്തിൽ നേരിടുന്നതായ സംഘർഷങ്ങൾ സാധാരണയാണോ, നാം പ്രതീക്ഷിക്കുന്നത് തന്നെയാണോ? ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചിന്തിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ നേരിടുന്ന ഈ സംഘർഷങ്ങൾ അത് സാധാരണ ഉള്ളതാണോ, നാം പ്രതീക്ഷിക്കുന്നത് തന്നെയാണോ? രണ്ടുപേരും ഭാര്യയും ഭർത്താവ് ഏത് തരത്തിലുള്ള വ്യക്തിയായി മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഭാര്യ ഏത് വിധത്തിലുള്ളൊരു പങ്കാളിയായി തീരണമെന്ന് ഭർത്താവും ആഗ്രഹിക്കുന്നുവോ അത് പരസ്പരം എഴുതി പരസ്പരം ചർച്ച ചെയ്യണം. എൻ്റെ ആഗ്രഹത്തിൽ നീ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഓഫീസിൽ വരുമ്പോൾ നീ ഈ വിധത്തിലായിരിക്കണം, എനിക്ക് നീ ഒരു ചായ ഇട്ടുകൊണ്ട് വരണം, നീ രാവിലെ എഴുന്നൊക്കെ വൈകുമ്പോൾ എനിക്ക് ഭാര്യ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഭർത്താവ് രാവിലെ എഴുന്നേറ്റൊരു ചായ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരണം, എനിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കാൻ പറ്റണമെന്നില്ല. ഇങ്ങനെ എന്താണ് ആഗ്രഹിക്കുന്ന അന്യോന്യം അത് പരസ്പരം എഴുതി തയ്യാറാക്കി ചർച്ച ചെയ്യണം. എഴുതിയില്ലെങ്കിൽ മറന്നു പോകുന്നതുകൊണ്ടാണ് എഴുതാൻ പറഞ്ഞത്. ബന്ധുക്കൾ കടന്നു വരുമ്പോൾ എങ്ങനെയുള്ള സമീപനം? ഭാര്യയുടെ ബന്ധുക്കൾ വരുമ്പോൾ ഭർത്താവ് ഓടിക്കളയുക, ഭർത്താവിൻ്റെ ബന്ധുക്കൾ വരുമ്പോൾ ഭാര്യ സുഖമില്ലാന്ന് അഭിനയിച്ച് കട്ടയിൽ കിടക്കുക. എങ്ങനെയായിരിക്കണം നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധുക്കൾ കടന്നു വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യേണ്ടത്, അവരെ സ്വീകരിക്കേണ്ടത്, അവരെ സ്നേഹിക്കേണ്ടത്, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അവരെ സൽക്കരിക്കേണ്ടത്. മാത്രമല്ല സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുന്നത്, എപ്രകാരമായിരിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനവും ചെലവും നിർണ്ണയിക്കേണ്ടത്. ഈ വിഷയങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വിഷയത്തിൻ്റെ ആരംഭം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിവാഹത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, വിവാഹ ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ കണ്ടത് പരിശോധനകളാണെങ്കിൽ അടിസ്ഥാന ബേസിക് പ്രോബ്ലംസ് എന്താണ്? മനുഷ്യർ സങ്കീർണതയുള്ള വ്യക്തികളാണ്. വിവാഹത്തിന് മുമ്പ് നാം നേരിട്ട വ്യത്യസ്തമായ പ്രശ്നങ്ങളായിരുന്നു. കോളേജിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടും, സ്കൂളിൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ, കോളേജിൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ, ഉന്നത വിദ്യാഭ്യാസമുള്ള അവസരം കിട്ടുമോ, ബാങ്കിൽ നിന്ന് വിദ്യാഭ്യാസ ലോൺ കിട്ടുമോ, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേരിടാമെന്നുള്ള ആശങ്കയിലായി. പക്ഷേ വിവാഹബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ ചിലരുടെ ധാരണ എല്ലാ പ്രശ്നവും ഇവിടെ തീർന്നുവെന്നാണ്. വിവാഹബന്ധമെന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമല്ല, മറ്റൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? വിവാഹബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അവസ്ഥയിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന തക്കതായൊരു തുണ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, എടുക്കേണ്ട തീരുമാനങ്ങൾ ഉചിതമായി എടുക്കാൻ നമുക്ക് സംസാരിക്കുന്ന ഒരാളുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന, പ്രിയപ്പെടുന്ന, നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. പരസ്പരം സംസാരിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കഴിയും. അതാണ് വിവാഹബന്ധത്തിൽ ഏറ്റവും വലിയ നേട്ടം. അത് അനുഭവിക്കണം, അത് ഉപയോഗിക്കണം. ഇപ്പം അനേകം ആൾക്കാർ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തളർന്നു പോകാറുണ്ട്. പ്രശ്നങ്ങൾ സാധാരണയാണ്, സാർവലൗകികമാണ്. പ്രശ്നമില്ലാത്തൊരു ബന്ധമില്ല. പക്ഷെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം? ഈ വിഷയത്തിൻ്റെ പഠനത്തിൽ ഒരു ഭാഗം മാത്രം പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം. നല്ല ആരംഭം എന്ന തലക്കെട്ടിൽ ആരംഭിക്കാം. യുവദമ്പതികൾ അവർ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ നല്ല രീതിയിൽ ആരംഭിക്കാൻ ശ്രമിക്കണം. നല്ല രീതിയിൽ ആരംഭിക്കാൻ ശ്രമിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അവർ തിരിച്ചറിയണം. ഒരു 15 ചോദ്യങ്ങൾ അവർക്കായി ഒരുക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണം. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഉവ് എന്നാണെങ്കിൽ നിങ്ങൾ നല്ല തുടക്കം ഉള്ളവരാണ്. വിവാഹബന്ധത്തിൽ നല്ല തുടക്കം തുടങ്ങി. അഥവാ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇല്ല, നോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്.
ചില തിരുത്തലുകൾ ആവശ്യമാണ്, ചില ഉപദേശങ്ങൾ ആവശ്യമാണ്. 15 ചോദ്യത്തിൽ 5 ചോദ്യം മാത്രം ഇപ്പോൾ ഒന്ന് അവതരിപ്പിക്കാം. ബാക്കി 10 ചോദ്യം അടുത്ത അവതരണത്തിൽ. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ വരുമാനം, ആ വരുമാനം 4 ആഴ്ചകളായി വേർതിരിക്കുക. ആഴ്ചയുടെ വരുമാനം മതിയാകുമോ നിങ്ങളുടെ വീടിൻ്റെ വാടക കൊടുക്കാൻ, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ, വീടിൻ്റെ ലോൺ അടയ്ക്കാൻ? അപ്പോൾ 40,000 രൂപയാണ് നിങ്ങൾക്കൊരു മാസ വരുമാനം. ഒരാഴ്ച 10,000 രൂപ. 10,000 രൂപയിൽ കൂടുതൽ വാടകയുള്ള വീടാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്? ഇപ്പോൾ 20,000 രൂപയാണ് മാസ വരുമാനം. 5,000 രൂപ വാടകയുള്ള വീടാണ് എടുത്തിരിക്കുന്നത്. അത് 20,000 രൂപ വരുമാനമുള്ള നിങ്ങൾ 10,000 രൂപയുടെ വീടാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ആലോചിച്ച് ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. ലോൺ എടുക്കുകയാണെങ്കിൽ ലോൺ അടയ്ക്കേണ്ട തുക ഒരു ആഴ്ചയിലെ വരുമാനത്തിൽ കൂടുതലാണ്. രണ്ടാമത്, നിങ്ങൾ ഭാര്യ ഭർത്താവ് മാത്രമേ ഉള്ളൂ, അതോ നിങ്ങളുടെ ബന്ധുക്കളും കൂടെയുണ്ടോ? അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അതാദ്യം തിരിച്ചറിയണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ബന്ധുക്കളുമുണ്ട്. ഭാര്യയുടെ അപ്പനുണ്ട്, ഭാര്യയുടെ അമ്മയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, വേറെ ആരുമില്ല. ഭർത്താവിൻ്റെ സുഖമില്ലാത്തൊരു അനിയനുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കൂടെ? അത് ചിന്തിച്ച് വ്യക്തമായ തീരുമാനം ഉണ്ടാകണം. മൂന്നാമത്, ഭാര്യ ഭർത്താവ് ഒരുമിച്ചാണോ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്? ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് പ്രഭാത ഭക്ഷണം, ഭാര്യ കൂടെ തയ്യാറായി, ഒഴിച്ചു പോകുന്ന ഭാര്യയാണെങ്കിൽ തയ്യാറായി ഡ്രസ്സ് ചെയ്ത് വന്ന് കൂടെ കാത്തിരിക്കാൻ ഭർത്താവ് തയ്യാറാണ്. ഒരുമിച്ച് ആഹാരം കഴിക്കുന്നുണ്ടോ? നാലാമത്, നിങ്ങൾ രണ്ടുപേരും വിശ്വാസികളാണ്, രണ്ടുപേരും ഒരുമിച്ചാണോ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നത്? ഒരുമിച്ച് പോകാറുണ്ടോ ആരാധനയ്ക്ക്? മുടങ്ങാതെ ഒരുമിച്ച് പോകാറുണ്ടോ? അഞ്ചാമത്, ഭാര്യ അടുക്കളയിലെ പാചകത്തിൽ പുരോഗതി വരുന്നുണ്ടോ? പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നുണ്ടോ? ഭർത്താവിൻ്റെ സഹായവും കൂടെ തേടിക്കൊണ്ട് ഇതിൽ പുരോഗതി കാണുന്നുണ്ടോ? അതോ 10 വർഷം മുമ്പുണ്ടായ അതേ രീതി തന്നെയാണ് ഇന്നും തുടരുന്നത്? പുരോഗതികളുണ്ടോ? പുതിയ പുതിയ പാചക ശൈലികൾ, പുതിയ പുതിയ ഡിഷസ് ഒക്കെ പരിശീലിക്കുന്നുണ്ടോ? ബാക്കി 10 ചോദ്യം അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് യൗവനക്കാരായ ദമ്പതികൾ, വിവാഹജീവിതം ആരംഭിക്കുന്നവർ ഇത് പരിശോധിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർക്കും പരിശോധിക്കാം. വിവാഹിതരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരായ എല്ലാവർക്കും പരിശോധിക്കാം. അപ്പോൾ ഇത് കുടുംബജീവിതത്തിലെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് ദൈവം തന്ന കുഞ്ഞുങ്ങളെ വളർത്തണം. ദൈവത്തിൻ്റെ സഭയ്ക്ക് പ്രയോജനമുണ്ടാകണം. കുടുംബം തകർന്നാൽ ആ കുടുംബങ്ങളിലുള്ള സഭകൾക്കും വലിയ ഗുണമുണ്ടാകില്ല. ഈ വിഷയങ്ങളെ കൂടുതൽ ചിന്തിക്കുക, ധ്യാനിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.